നമസ്കാരം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കായിക പരിശീലനത്തിനായി അനുവദിച്ചിട്ടുള്ള പ്രത്യേക പീരിയഡുകൾ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനായി മാറ്റിവെക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കായിക മന്ത്രി നിയമസഭയെ അറിയിച്ചു. എല്ലാ സ്കൂളുകളിലും കായിക പരിശീലനത്തിന് പ്രത്യേക പീരിയഡുകൾ ഉണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സാർ, എല്ലാ സ്കൂളുകളിലും കായിക പരിശീലനത്തിന് പ്രത്യേക പീരീഡുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമോ? പ്രസ്തുത പീരീഡുകൾ സ്പോർട്സ് ഇതര വിഷയങ്ങൾക്കായി മാറ്റുന്ന സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ. സർ, കായിക പരിശീലനത്തിനായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള അവറുകൾ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അധ്യാപകർ കൈയേറുന്നു എന്നുള്ള പരാതി പലപ്പോഴും വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്. ആ വിഷയത്തിൽ കൃത്യമായ തന്നെ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നൽകും. കായിക പരിശീലനം മറ്റു വിഷയങ്ങൾ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായി പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് സർക്കാർ നിലപാട്. സർ, ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പൊതുവിലെ ഒരു സ്കൂളിലെ സംബന്ധിച്ച് എത്ര വിദ്യാർത്ഥികളാണ് ഓരോ ഇവൻറ്റിലും പങ്കെടുക്കുന്നതിന് എന്നതിനെ പരിശോധിച്ചും ആ പ്രദേശത്തെ വിദ്യാർത്ഥികൾ കൂടുതലായി എൻഗേജ് ചെയ്യുന്ന കായിക ഇനം കൂടി പരിശോധിച്ചുമാണ് തീരുമാനം എടുക്കേണ്ടത്. മാത്രമല്ല, അവരുടെ മികവ് പുലർത്തുന്ന രീതിയിലേക്ക് അവർക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളതും നാളുകളിൽ അവരെ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് ആ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. പരിശീലകരുടെ അഭാവങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പരിശീലകരുടെ അഭാവങ്ങളുണ്ട്. അത് കായിക വകുപ്പിന് നേരിട്ട് നിയമിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും മറ്റു വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാലോചനയ്ക്ക് ശേഷം സർക്കാർ തീരുമാനം എടുക്കുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സ്കൂളുകൾക്ക് ഒരുപാട് സ്കൂളുകളെ സംബന്ധിച്ച് ഗ്രൗണ്ടുകൾ ഒരുപാടുണ്ട്. പ്രാദേശികമായി നമുക്ക് മുൻകാലങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രൗണ്ടുകളെല്ലാം തന്നെ സ്കൂളുകളുടേതാണ്. പക്ഷേ സമീപകാലങ്ങളിൽ സ്കൂളുകളിൽ പലതും 5 മണിക്ക് ശേഷം പൊതുസമൂഹത്തിന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അടച്ചിടുന്നതിൻ്റെ ഭാഗമായി വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ വൺ പഞ്ചായത്ത് വൺ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഭാഗമായി നമ്മൾ അനുവദിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച് സ്കൂളുകളുടെ നടത്തിപ്പിനും അവരുടേതായ പരിപാലനത്തിനും തടസ്സം വരാത്ത രീതിയിൽ ഒരു MOU ഒപ്പുവെക്കുകയും പൊതുസമൂഹത്തിനോട് ഉറപ്പുവരുത്താവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ബാക്കി മറ്റിടങ്ങളിൽ കൂടി സ്കൂളുകളുടെയും കോളേജുകളുടെയും ഗ്രൗണ്ടുകൾ അവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രയാസം വരാത്ത രീതിയിൽ പൊതുസമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കൂടിയിൽ ചെയ്യാം. കായിക മേഖലയിൽ ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതിയുടെ വലിയ ഒരു പരിമിതി തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കോ സർക്കാർ സ്കൂളുകൾക്കോ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാനാകൂ എന്നതാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ 7 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലായി 8 കളിസ്ഥലങ്ങൾ, അതിൽ 4 എണ്ണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിൽ കൂടി ഒരു ധാരണാപത്രം ഒപ്പിട്ട് ആ എയ്ഡഡ് സ്കൂളുകളുടെ കളിസ്ഥലമോ പഞ്ചായത്തിൽ ആ നിലയിൽ കളിസ്ഥലമില്ലെങ്കിൽ കളിസ്ഥലം കണ്ടെത്തി അത്തരത്തിൽ ഈ ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ? സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സഹകരണവും പിന്തുണയും തുടർന്ന് അതിൻ്റെ നടത്തിപ്പിനുള്ള നിലപാടും സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. സർ, എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റുകളുമായി ഒരു MOUയിലൂടെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വിഘാതം വരാത്ത രീതിയിൽ കായിക മേഖലയിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രാദേശികമായി കൂടി ഗ്രൗണ്ടുകളുടെ അവൈലബിലിറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ഉറപ്പുവരുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നതാണ്.